സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രോവിൻസ് ഡേയുടെ ഒരുക്ക ദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന അമല പ്രോവിൻസിലെ എല്ലാ സിസ്റ്റേഴ്സിനും ആദ്യം തന്നെ ആശംസകൾ നേരുന്നു. ഇന്നു മുതൽ അടുത്ത 9 ദിവസങ്ങളിലായി അമലോത്ഭവ മാതാവിനെ നമ്മുടെ പ്രോവിൻസിൽ പ്രത്യേകം വണങ്ങുമ്പോൾ ആദ്യ ദിനം തന്നെ നാം പ്രത്യേകം ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായ വിഷയം മാതാവ് നമുക്കാരാണ് എന്നുള്ളത് തന്നെയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ചയായതും ഇത് തന്നെയാണ്. മാതാവിനെ കത്തോലിക്ക സഭ കൈവെടിഞ്ഞെന്നും സഭ തെറ്റുതിരുത്തണമെന്നുമൊക്കെയുള്ള വ്യാജ പ്രചാരണങ്ങൾ വരെ നാം കേൾക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു മാത്തേർ പോപ്പുലീസ് ഫിദേലിസ് എന്ന പ്രബോധനത്തിലൂടെ തിരുസഭ ചെയ്തത് കാലങ്ങളായി പരിശുദ്ധ അമ്മയെക്കുറിച്ച് സഭയിൽ പലർക്കുമുണ്ടായിരുന്ന സ്നേഹം ദൂരീകരിക്കുക, അവൾ വിശ്വാസികളുടെ മാതാവാണ് എന്ന സത്യം ദൃഢീകരിക്കുക എന്നീ കാര്യങ്ങളാണ്. ഒരു വീട്ടിൽ അമ്മയ്ക്കുള്ള സ്ഥാനം മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു കുടുംബത്തെ ഒന്നിച്ചു നിർത്തുന്നതും കൂട്ടിയിണക്കുന്നതും അമ്മ തന്നെയാണ്. പലപ്പോഴും അമ്മ എന്ന അച്ചുതണ്ടിലാണ് പല കുടുംബങ്ങളും കറങ്ങുന്നത്. അവൾ ചെയ്യുന്ന ബഹുമുഖങ്ങളായ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ മിക്കപ്പോഴും അപ്പൻ പരാജയപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മ വിശ്വാസികളുടെ മാതാവെന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ അമ്മയെന്ന പോലെ തിരുസഭ നമ്മുടെ അമ്മയെ നമ്മോട് കൂടുതൽ അടുപ്പിക്കുകയാണ്. ഒരു വീട്ടിൽ ഒരു നല്ല അമ്മ എങ്ങനെയാണോ അതുപോലെ തിരുസഭയിൽ നമ്മുടെ അമ്മ നമ്മളെ ചേർത്ത് നിർത്തും. മക്കൾ അമ്മയോട് മനസ്സ് തുറക്കുന്നത് പോലെ നമുക്കും പരിശുദ്ധ അമ്മയോട് എന്നത്തെയും പോലെ മനസ്സ് തുറക്കാൻ സാധിക്കും. ആധുനികതയുടെ അതിപ്രസരണത്തിലകപ്പെട്ട് മക്കളെ കൊന്ന് സ്വന്തം സുഖലോലുപത തേടുന്ന അമ്മമാരുള്ള ഈ ലോകത്ത് തിരുസഭ പരിശുദ്ധ അമ്മയെ വിശ്വാസികളുടെ മാതാവായി ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ പ്രസക്തി ഏറെയാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ നല്ല അമ്മമാരാകാനുള്ള വിളിയും ദൗത്യവും സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ നാം പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ ഉൾക്കൊണ്ട് ദൈവതിരുമനസ്സിന് വിധേയപ്പെട്ട് ജീവിച്ച പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ മനസാധ്യം